കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രധാന പ്രതികൾ പിടിയിലായിരിക്കുന്നു. മൈന, ഹരി, പ്യാരി എന്നിവരാണ് പിടിയിലായത്. ഇരുവരും കൊലയിൽ നേരിട്ട് പങ്കുള്ളവരാണ്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്ത്, എവിടെ നിന്നാണ് ഇവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്? കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, മാവേലിക്കര തഴക്കരയിൽ നിന്നുമാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. മൈന, ഹരിയും പ്യാരിയും ഒരുമിച്ചാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇതോടെ കൊലയിൽ പങ്കാളികളായ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. നേരത്തെ തന്നെ കൊലയിൽ നേരിട്ട് പങ്കെടുത്ത രാജീവ് എന്ന രാജ്യത്തിനെ പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റു 2 പേരെ പ്യാരിയെയും മൈന, ഹരിയെയും പിടികൂടിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിന്റെ വ്യാജ നമ്പറാണെന്നുള്ള വാർത്ത കൂടി പുറത്തുവിടുകയാണ്. മാവേലിക്കരയിൽ നിന്നും തഴക്കരയിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. പോലീസ് സംഘം ഇപ്പോൾ പ്രതികളെ സ്റ്റേഷനിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. പോലീസ് ACPയുടെ ഓഫീസിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ ഇനി 2 പേർ മാത്രമാണ്, 2 പേർ കൂടിയാണ് പ്രധാനമായുമുള്ള സൂത്രധാരൻ പങ്കജും ഒപ്പം തന്നെ അലുവ അതിലും അതുകൂടാതെ സോനു, സാമുവൽ എന്നിവർ കൂടിയാണ് ഇനി പ്രതിയിൽ പിടികൂടാനുള്ളത്. ഇതോടുകൂടി ഇപ്പോൾ കേസിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരാണ് പ്രതികൾ. പിന്നെ ഒപ്പം തന്നെ പിടിയിലായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത കുക്കു എന്ന മനുവിനെയും പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇപ്പോൾ അതുകൂടാതെ ഇന്ന് മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ 3 പേർ കൊലയിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വാർത്ത, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. അനുജ, കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രധാന പ്രതികൾ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. മൈന, ഹരി, പ്യാരി എന്നിവർ മാവേലിക്കര തഴക്കരയിൽ നിന്ന് പിടിയിലായിരിക്കുകയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് ഇരുവരും. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.